മുള്ളൻ ചന്ദ്രപ്പൻ ചോട്ട മുംബൈ അതിൽ എത്രത്തോളം ഇക്കാടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? അൻവർ ആ കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ ഒരു ഹ്യൂമറസ് ക്യാരക്ടറാണ് ലാലിൻ്റെ കൂടെയുള്ള. അപ്പോൾ അൻവറിന് എപ്പോഴും ഞാൻ ഹ്യൂമർ ചെയ്തിരുന്ന ഇപ്പോൾ ഇൻഹാനി ഹർനഗറൊക്കെ ചെയ്തിരുന്ന കാലത്തുള്ള അത്തരം കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ഇഷ്ടം. അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാറുണ്ടായത്. അത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതൊരു ഹ്യൂമറസ് റോളാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ വിഗ് ഞാൻ രതീഷ് അമ്പാട്ട് എന്ന് പറയുന്ന മേക്കപ്പ് മാനോട് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ഞാൻ ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു വിഗ് ചെയ്ത് കൊണ്ടുവന്നു, വെട്ടി അങ്ങനെ കളറൊക്കെ ചെയ്ത്. അപ്പോൾ ആ സമയത്ത് താടി ഉണ്ടായിരുന്നു. അപ്പോൾ താടി ഇങ്ങനെ എടുത്തിട്ട് ആ പ്രത്യേക രീതിയിലൊക്കെ ആക്കി. അപ്പോൾ കോസ്റ്റ്യൂം ഓൾറെഡി അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വിഗ്ഗൊക്കെ വെച്ചിട്ട് തിരിച്ചു വന്ന് ലൊക്കേഷനിൽ വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അൻവറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ഈവൻ ചന്ദ്രപ്പൻ എന്നുള്ള കഥാപാത്രം ഉണ്ടായിരുന്നു. ഈ വിഗ് വെച്ചതിന് ശേഷമാണ് മുള്ളനായത്. ചന്ദ്രപ്പൻ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഭയങ്കര സ്റ്റൈലും പാൻറ്റും ഷർട്ടും അല്ലേ, നല്ല ഫ്ലോറൽ ഡിസൈനൊക്കെ ഉള്ള ഷർട്ട്, ഇത്തരം മുടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്റ്റൈൽ ആൻഡ് ഫ്രീക്കനായിട്ട് വന്നിട്ട് ഇന്ന് ഭയങ്കര വിശപ്പാശാനെ എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പോൾ ആളുകൾ പെട്ടെന്ന് ചിരിക്കും. അപ്പൊ അങ്ങനെ ആലോചിച്ചാണ് അത് ചെയ്യുന്നത്. ആശാനെ തലേ ഞങ്ങൾ ചീത്താക്കിയിട്ടില്ല, ആരാധിച്ചിട്ടേ ഉള്ളൂ. ആശാന്റെ കുസ്തി കണ്ട് ആദ്യം ആശാനോടായിരുന്നു ആരാധന. ആശാന്റെ മോനായതുകൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി. അതൊരു തെറ്റാണോ ആശാനെ? പേടിക്കണ്ട, സാരമില്ല, ഒരു സോറി പറഞ്ഞു. ഇന്ന് 5 ലക്ഷം രൂപ ഒരുമിച്ച് കാണാടാ. സോറി, കാശ് വന്നു കഴിഞ്ഞാൽ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കാറുണ്ട്. ടോമിച്ചിനുള്ള 5 ലക്ഷം വാങ്ങാൻ ചന്ദ്രപ്പനാ പോയിരിക്കുന്നത്. അല്ലേ, ഹാപ്പി പെണ്ണുകൾ. ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. ഇത് സത്യം അല്ലെങ്കിൽ സാറിന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. ചേച്ചി ഒന്നും കുളിപ്പിച്ചു തരുമോ? ജയിലിൽ നിന്ന് വന്നിട്ട് ഞാനും കുളിപ്പിച്ചു തരാം.